ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഓൺലൈൻ പ്രചാരണം ചൂടുപിടിക്കുകയാണ്. രാഷ്ട്രീയ എതിരാളികളെ തേജോവധം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റുകളും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അപകീർത്തികരമായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നുവെന്ന് കാണിച്ച് LDFും NDAയും പോലീസിൽ പരാതിയും നൽകിക്കഴിഞ്ഞു. യുവ വോട്ടർമാർക്കിടയിൽ പ്രചാരണം നടത്തുന്നതിനുള്ള ലളിതമായ മാർഗമെന്ന നിലയിലാണ് വിവിധ മുന്നണികൾ ഓൺലൈൻ പ്രചാരണം നടത്തുന്നത്. മുന്നണികൾക്ക് ഇതിനായി പ്രത്യേക സംഘങ്ങളും വിവിധ ഗ്രൂപ്പുകളുമുണ്ട്. എന്നാൽ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവുമായ വാർത്തയും പോസ്റ്റുകളുമാണ് പ്രചരിക്കുന്നതിൽ അധികവും. വ്യാജ പ്രൊഫൈലുകൾ ഉണ്ടാക്കി ചെങ്ങന്നൂരിലെ മതസൗഹാർദ്ദം തകർക്കാൻ ശ്രമമെന്ന് ആരോപിച്ച LDF ആണ് ആദ്യം പോലീസിനെ സമീപിച്ചത്. വലിയ തരത്തിൽ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ വ്യാജ പ്രചാരണം ഞാൻ പരാതി കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ ഒട്ടനവധി ഞാൻ ഓരോന്നും എടുത്തു പറയുന്നില്ല. വ്യാജ പ്രചരണങ്ങൾ നടത്തി അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന പ്രചരണം ദയവ് ഇത് അവസാനിപ്പിക്കണം. BJP സ്ഥാനാർത്ഥി PS ശ്രീധരൻപിള്ള, മുതിർന്ന നേതാക്കളായ O രാജഗോപാൽ, അൽഫോൺസ് കണ്ണന്താനം, ശോഭാ സുരേന്ദ്രൻ മുതലായവരെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ CPMന്റെ സൈബർ ഗ്രൂപ്പുകളിൽ വാർത്തകളും പോസ്റ്റുകളും പ്രചരിക്കുന്നെന്നാരോപിച്ച് BJPയും പരാതി നൽകിയിട്ടുണ്ട്. ഇത്തരം പരാതികളിൽ പോലീസ് പക്ഷപാതപരമായി നടപടിയെടുക്കുന്നെന്നും BJPക്ക് ആക്ഷേപമുണ്ട്. നേരത്തെ നിരവധി പരാതികൾ ഇത് സംബന്ധിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ചെങ്ങന്നൂർ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. അതേസമയം സജി ചെറിയാനെതിരെ ഏതോ ഒരു ഗ്രൂപ്പിൽ നിന്നും എന്തോ ഒരു ട്രോള് പുറത്തു വന്നെന്ന നിലയിൽ CPM കൊടുത്ത പരാതി നടപടിയെടുക്കുകയും ചെയ്തു. അപ്പോൾ പോലീസ് ഇവിടെ വളരെ നിഷ്പക്ഷമായി പെരുമാറേണ്ട പോലീസ് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നൊരു ആരോപണം കൂടി BJPക്കുണ്ട്. UDF അനുകൂല ഓൺലൈൻ പ്രചരണങ്ങളും ധാരാളമായി നടക്കുന്നുണ്ട്. പരസ്യ പ്രചരണത്തിന് മന്ദഗതിയിലാണ് തുടക്കമെങ്കിലും ഇതിന് ആഴ്ചകൾക്ക് മുന്നേ ഓൺലൈൻ പ്രചരണം ചൂടുപിടിച്ചിട്ടുണ്ട്. മീഡിയ 1 ചെങ്ങന്നൂർ.